ഹലോ ഡിയർ UPSC ആസ്പിരൻസ്, തക്ഷശില IAS അക്കാഡമിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹിസ്റ്ററി ആർട്ട് ആൻഡ് കൾച്ചറുമായി ബന്ധപ്പെട്ട് ഉള്ള സീരീസിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകയായിരുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ പേര് മാതങ്കിനി ഹസ്ര എന്നാണ്. അധികം ആളുകൾ കേട്ട് കാണാൻ വഴിയില്ലാത്ത, എന്നാൽ ഇത്തവണ പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആകുന്ന ഒന്നാണ്. കാരണം ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ മാതങ്കിനി ഹസ്രയുടെ മാട്ടിടം, അതായത് അവര് സ്വാതന്ത്ര്യ സമരത്തിൽ കൊല്ലപ്പെട്ടത് വീണ്ടും ഓർമ്മിക്കപ്പെടുകയുണ്ടായി. റിമെമ്പറിംഗ് മാതങ്കിനി ഹസ്ര who walked into a barrage of bullets holding the Indian flag up high. 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിൽ ബ്രിട്ടീഷുകാരുടെ വെടിയേറ്റ് മരിച്ച ഒരു സജീവ കോൺഗ്രസ് പ്രവർത്തക, അല്ലെങ്കിൽ ഗാന്ധിജിയുടെ പ്രിയ ശിഷ്യ എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ഒരു വ്യക്തിത്വം, അതായിരുന്നു മാതങ്കിനി ഹസ്ര. അപ്പോൾ ഇത്തവണത്തെ എക്സാമുകളിൽ മാതങ്കിനി ഹസ്ര ഇമ്പോർട്ടൻ്റ് ആകുന്നു. മാതങ്കിനി ഹസ്ര was an Indian revolutionary who participated in the Indian independence movement, അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്. ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിൽ പങ്കെടുത്ത ഒരു ഇന്ത്യൻ റെവല്യൂഷണറി ആയിരുന്നു മാതങ്കിനി ഹസ്ര എന്ന് പറയുന്ന വുമൺ. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരുപാട് സ്ത്രീകൾ അവരുടേതായ ഭാഗഭാഗിത്വം വഹിച്ചിട്ടുണ്ട്. അപ്പൊ അതില് അധികമാരും ശ്രദ്ധിക്കാത്ത, എന്നാൽ ശ്രദ്ധിക്കപ്പെടേണ്ടതായ ഒരു വ്യക്തിത്വമാണ് മാതങ്കിനി ഹസ്രയുടേത്. She was shot dead by the British Indian police in front of the police station on 29 September 1942 and became the first Quit India movement martyr in Midnapur. അപ്പോൾ നമുക്കറിയാം 1947 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആരംഭിച്ചു. ഗാന്ധിജി ഡു ഓർ ഡൈ എന്നുള്ള ആഹ്വാനമൊക്കെ കൊടുത്തു. അങ്ങനെ മിഡ്നാപ്പൂർ ജില്ലയിൽ, അന്നത്തെ മിഡ്നാപ്പൂർ റീജിയണില് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ പ്രക്ഷോഭത്തിൽ ആദ്യമായി മരണപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനിയായി മാറി ആര്? മാതങ്കിനി ഹസ്ര എന്ന് പറയുന്ന ഈ സ്വാതന്ത്ര്യ സമര സേനാനി. അപ്പോ 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് നടന്ന പ്രക്ഷോഭത്തിലാണ് അവര് മാട്രിയർ ആയിട്ട് മാറിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഷി വാസ് എ സ്റ്റോൺസ് ഗാന്ധിയൻ ആൻഡ് വാസ് fondly called as Gandhi Buri, which means old lady Gandhi. അപ്പോ ഗാന്ധിയുടെ ആദർശങ്ങളെ പിന്തുടരുന്ന, അല്ലെങ്കിൽ ഗാന്ധിയൻ ഐഡിയോളജികളെ 100% പിന്തുടർന്നിരുന്ന ഒരു സ്ത്രീ വ്യക്തിത്വമാണ് ഈ സ്ത്രീ. അപ്പൊ അതുകൊണ്ട് തന്നെ ബംഗാളി ഭാഷയിൽ ഗാന്ധി ബൂരി എന്നാണ് ഇവരെ വിശേഷിപ്പിക്കുക, അല്ലെ വിളിക്കുക, ബഹുമാനാർത്ഥമാണ് വിളിക്കുക. അതിന്റെ മീനിങ് ഓൾഡ് ലേഡി ഗാന്ധി എന്നാണ്. അപ്പോ എത്രത്തോളം ഗാന്ധിജിയുടെ ഒരു അനുയായി ആയിരുന്നു, അല്ലെങ്കിൽ ഗാന്ധിയൻ ഐഡിയോളജികളെ എത്രത്തോളം പിന്തുടർന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഈ സ്ത്രീയുടേതെന്ന് മനസ്സിലാക്കുക. ഈ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിൽ സജീവമായിട്ട് പങ്കെടുത്ത ഒരു വ്യക്തിത്വമാണ്. കാരണം ഇപ്പൊ നമ്മൾ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിൽ മാർട്ടിയർ ആയി എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ദാറ്റ് ഡസന്റ് മീൻ അതിൽ മാത്രമേ പങ്കെടുത്തു എന്നല്ല. അതിന് മുൻപ് നടന്ന കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന പല സമരങ്ങളിലും ഈ പറയുന്ന മാതങ്കിനി ഹസ്ര പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻ 1930 ഷീ ടുക്ക് പാർട്ട് ഇൻ ദ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ആൻഡ് വാസ് അറസ്റ്റഡ് ഫോർ ബ്രേക്കിംഗ് ദ സാൾട്ട് ആക്ട്. അപ്പോൾ നമുക്കറിയാം 1930 സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റില് ഉപ്പുണ്ടാക്കി, അതായത് സാൾട്ട് ലോ വയലേറ്റ് ചെയ്ത്, അല്ലെ സാൾട്ട് ആക്ട് വയലേറ്റ് ചെയ്ത് ഉപ്പുണ്ടാക്കിയതിന്റെ പേരിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച വ്യക്തിത്വമാണിത്. അതുപോലെ തന്നെ ദെൻ ഷീ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ചൗക്കിദാരി ടാക്സ് ബന്ധ, അബോളിഷൻ ഓഫ് ചൗക്കിദാരി ടാക്സ്, അതായത് ചൗക്കിദാരി ടാക്സ് അബോളിഷനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ സമരത്തിലും സജീവമായി പങ്കെടുത്ത വ്യക്തിത്വമാണ് മാതങ്കിനി ഹസ്രയുടേത്. അപ്പോ നമ്മൾ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിൽ മാർട്ടിയർ ആയി എന്നതുകൊണ്ടാണ് ഈ പറയുന്ന ലാസ്റ്റ് സെപ്റ്റംബറിൽ മാതങ്കിനി ഹസ്രയെ നമ്മുടെ രാജ്യം ആദരിച്ചതും ബഹുമാനിച്ചതും, അല്ലെങ്കിൽ ഓർമ്മയിലേക്ക് കൊണ്ടുവന്നതൊക്കെ. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിൽ പങ്കെടുത്ത ദ മോസ്റ്റ് പ്രൊമിനന്റ് വുമൺ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദ മോസ്റ്റ് പ്രൊമിനന്റ് വുമൺ ലീഡേഴ്സ് ഹു പാർട്ടിസിപ്പേറ്റഡ് ഇൻ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഓർ ഹു പ്ലേഡ് എ ബിഗ് റോൾ ഇൻ ദ ഗ്രേറ്റ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. നമുക്കറിയാം ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിൽ ഒരുപാട് സ്ത്രീകൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും അതിൽ ലീഡിംഗ് റോളിലേക്ക് വന്ന
അല്ലെങ്കിൽ ഒരു UPSC അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാം ആസ്പിരന്റിന്റെ ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഗ്രേറ്റ് വുമൺ ലീഡേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും നമുക്ക് ലിസ്റ്റ് ചെയ്യുമ്പോൾ 5 പേരുണ്ട്. അതിലൊരാൾ നമ്മുടെ മാതംഗിനി ഹസ്ര തന്നെയാണ്. അപ്പൊ 5 പേര് ആരാണെന്ന് നോക്കാം. ഫസ്റ്റ് ഉഷ മേത്ത, സെക്കൻഡ് അരുണ ആസിഫ് അലി, തേർഡ് മാതംഗിനി ഹസ്ര, ഫോർത്ത് വൺ കനകലത ബറുവ, ആൻഡ് ദ ലാസ്റ്റ് വൺ AV കുട്ടിമാളു അമ്മ ഫ്രം കേരള. നമ്മുടെ കേരളത്തിൽ നിന്ന് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിൽ സജീവമായിട്ട് പ്രവർത്തിച്ച അല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിൽ പങ്കെടുത്ത മലയാളി വനിതയാണ് AV കുട്ടിമാളു അമ്മ എന്ന് പറയുന്നത്. അപ്പൊ ഇവരെല്ലാം പല സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്നു. അപ്പൊ നമ്മൾ മാതംഗിനി ഹസ്രയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിലും ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിൽ സജീവ സാന്നിധ്യമായിരുന്ന സ്ത്രീരത്നങ്ങളെ ഞാനൊന്ന് പരിചയപ്പെടുത്തിയെന്നുള്ളൂ. ഉഷ മേത്ത, അരുണ ആസിഫ് അലി, മാതംഗിനി ഹസ്ര, കനകലത ബറുവ ആൻഡ് AV കുട്ടിമാളു അമ്മ. അപ്പോൾ ഇൻഫർമേറ്റീവ് ആയിരുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റും ഈ പറയുന്ന അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളും ഇത്തവണത്തെ എക്സാമിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ഹോട്ട് ടോപ്പിക് ആയിട്ട് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഈ ഒരു ടോപ്പിക് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇതുപോലുള്ള പുതിയ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. തക്ഷശില IAS അക്കാദമി. ആസ്പയർ, എൻറോൾ, അച്ചീവ്.